ഹായ് ഓൾ. ഇന്ന് മുഹറം 10 ഞങ്ങൾക്ക് കൂടെ നോമ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് പലഹാരം ഉണ്ടാക്കിയിട്ട് ബാച്ചിലേഴ്സിന് കുറച്ച് പേർക്ക് നോമ്പ് തുറക്കാനായിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കിയ കുറച്ച് പലഹാരങ്ങളും കറികളും ഒക്കെയാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു കുക്കറപ്പം ഉണ്ടാക്കി. പിന്നെ ഞാൻ പഴവും സേമിയയും ഇട്ടിട്ടൊരു പോള ഉണ്ടാക്കി. പിന്നെ ഞാൻ കുറച്ച് കട്ട്ലറ്റ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇത് ചിക്കൻ കറിയാണ് കേട്ടോ, ചിക്കൻ മപ്പാസാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് പിന്നെ ആ വെളിച്ചെണ്ണയിൽ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ താളിച്ച് ഒഴിക്കുകയാണ്. അങ്ങനെ ഞാൻ ഈ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ എല്ലാ സുന്നത്ത് നോമ്പിനും, പ്രത്യേകിച്ച് അറഫ നോമ്പിനും മുഹറം നോമ്പിനൊക്കെ ഞാൻ ബാച്ചിലേഴ്സിനാണ് കേട്ടോ ഞാൻ കൊടുക്കാറ്. കാരണം അവർ നാടൊക്കെ വിട്ട് നിൽക്കുന്നവരല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ശീലം എനിക്കുണ്ട് കേട്ടോ. എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള സമയത്തൊക്കെ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ സന്തോഷം കണ്ടെത്തുന്നത്. അപ്പം ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഇവിടെ ഇൻഡസ്ട്രിയൽ ഏരിയയിലൊക്കെ ബാച്ചിലറായിട്ട് താമസിക്കുന്നവർക്ക് നോമ്പ് തുറക്കാനൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ. അപ്പം ഞാൻ അങ്ങനെയാണ് എൻ്റെ ഇതൊക്കെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ നെയ്പ്പത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കണ്ണൂരുകാരുടെ ഒറോട്ടിയാണ് കേട്ടോ. ഇത് അവരുടെ ഒറോട്ടി പത്തൽ പൊടി നമ്മൾ പച്ചവെള്ളത്തിൽ കുഴച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പം അത് കോഴിക്കോടുകാർക്ക് അത്ര ഫെമിലിയർ അല്ല. പക്ഷേ ഇത് ഒരു സുഖം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് നമ്മൾ ചൂടുവെള്ളത്തിൽ പൊടി വാട്ടണ്ട, പച്ചവെള്ളത്തിൽ ഉപ്പിട്ട് കുഴച്ചിട്ട് ചൂടാം. ഞാൻ ഡയറക്റ്റ് പരത്തുന്നുണ്ട്. അല്ലാത്തവർക്ക് ഫോയിലോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് പരത്തി ചൂടാവുന്നതാണ്. പക്ഷേ എനിക്കിത് ഈസി ആയിട്ട് ഞാൻ ചെയ്തിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ചില സമയത്തൊക്കെ തന്നെയാണ് ഇവിടെ ഉണ്ടാക്കാറ്. പിന്നെ ഈ ശീലമൊക്കെ എനിക്ക് എൻ്റെ ഉമ്മൻ്റെ അടുത്ത് നിന്ന് കിട്ടിയാണ് കേട്ടോ. എൻ്റെ വീട് പള്ളിയുടെ തൊട്ടടുത്തായിരുന്നു. അപ്പോൾ നോമ്പ് തുറക്കാനായാലും അതുപോലെ വ്യാഴാഴ്ച സലാത്തിൻ്റെ സമയത്തായാലും കാവ കാച്ചി കൊടുക്കുക, അങ്ങനെയൊക്കെ ഒരു ശീലം എൻ്റെ ഉമ്മക്കുണ്ട്. അങ്ങനെയാണ് എനിക്ക് ഈ ശീലം കിട്ടിയിരിക്കുന്നത്. ഇന്ന് എൻ്റെ ഉമ്മയും ഇപ്പയും ഒന്നും ജീവിച്ചിരിപ്പില്ല കേട്ടോ. എൻ്റെ ഉപ്പ മരിച്ചിട്ട് 26 വർഷമായി. എൻ്റെ ഉമ്മ 2019 മരിച്ചത്. അൽഹംദുലില്ലാ അവരൊക്കെ ഖബറടം പഠിച്ചോ വിശാലാക്കി കൊടുക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമീൻ. പിന്നെ ഈ UAE എന്ന് പറയുകയാണെങ്കിൽ റമദാൻ മാസമാകുമ്പോൾ ഒരുപാട് ഫുഡ്, എവിടെ ചെന്നാലും ഫുഡാണ്, അതിനൊന്നും ഒരു ക്ഷാമം ഉണ്ടാവില്ല. അപ്പോൾ ഈ സുന്നത്ത് നോമ്പിനൊക്കെ നോമ്പ് തുറക്കാനൊക്കെ കിട്ടാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഞാൻ സുന്നത്ത് നോമ്പ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് പാക്ക് ചെയ്യുകയാണ്. പിന്നെ 4 പേര് ഒരു സ്ഥലത്തും ബാക്കി പേര് വേറൊരു സ്ഥലത്താണ്. അപ്പോൾ 2 ഭാഗമായിട്ട് പാക്ക് ചെയ്യണം. സാധാരണ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിൽ കരുതും എന്തെങ്കിലും ലേശം ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് പായസമൊക്കെ ഉണ്ടാക്കിയിട്ട്, ഞങ്ങൾ തൊട്ടടുത്ത് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അവിടെ മലയാളീസൊന്നുമല്ല, കുറേ ബംഗാളികളും നമ്മുടെ നോർത്ത് ഇന്ത്യൻ ആൾക്കാരൊക്കെയാണ്. അങ്ങനെ പായസം ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറ്. അതൊക്കെ കൊടുത്തു കഴിയുമ്പോൾ എനിക്ക് കുറച്ച് സമാധാനം കിട്ടും. അൽഹംദുലില്ലാ. അപ്പോൾ ഞാൻ പാക്ക് ചെയ്യാണ്. കറിയൊക്കെ പാത്രത്തിലാക്കി പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പത്തിരിയും ഒക്കെ ഫോയിലിൽ പൊതിയാണ്. ഭക്ഷണം പാക്ക് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഹസ്ബൻഡ് എടുക്കാനിപ്പോൾ വരും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് വളരെ സന്തോഷം. താങ്ക് യു ഓൾ.